السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്തുൽ അംബിയായിലെ 41 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون. أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون. بسم الله الرحمن الرحيم. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون. قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون. أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون. കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകർക്കെതിരെ പരിഹാസവുമായി വന്ന ആളുകൾ ചോദിച്ച ചോദ്യമാണ് പരാമർശിച്ചത്.
എപ്പോഴാണ് ഈ ഖിയാമത്ത് എന്നവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്നവർ പറയുകയും അത് അള്ളാഹു നൽകിയ മറുപടി ലൗ യഅലമുല്ലദീന കഫറൂ ഹീന ലാ യക്ഫൂന അൻ വുജൂഹിഹിമുൻ നാർ വലാ അൻ ളുഹൂരിഹിം വലാ ഹും യുൻസറൂൻ. മുഖത്തിൽ നിന്നും പിൻഭാഗത്തു നിന്നുമൊക്കെ നരകാഗ്നിയെ തടയാൻ കഴിയാത്ത ആ രംഗത്തെ എങ്ങാനും ഈ അവിശ്വാസികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കുമായിരുന്നില്ല. അന്നവർ സഹായിക്കപ്പെടുന്നവരുമല്ല. ആ ഖിയാമത്ത് പെട്ടെന്നാണ് വരിക. അതോടുകൂടി അവരാകെ അമ്പരന്ന് പോവുകയും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അതിനെ തടയുവാനോ അതല്ലെങ്കിൽ അല്പം ആയുസ് നീട്ടി നൽകപ്പെടുകയോ ചെയ്യാതെ നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹു തആല അതിന് മറുപടിയായി പറഞ്ഞത്. ഇനി അല്ലാഹു തആല നബിയോട് പറയുന്നു, നബിയെ താങ്കൾ മാത്രമല്ല ഇങ്ങനെ പരിഹസിക്കപ്പെടുന്നത്, എല്ലാ പ്രവാചകന്മാരും അതിനു മുമ്പ് വന്നവരെല്ലാം പരിഹസിക്കപ്പെട്ടവർ തന്നെയാണ്. നബിയെ സമാധാനിപ്പിക്കൽ കൂടിയാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദാ തസ്ദിയത്തുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വതഅസിയത്തുൻ ലഹു. നബിക്കൊരു സമാധാനം നൽകുക, നബിയെ ആശ്വസിപ്പിക്കലാണ്. നബി നിങ്ങളെങ്ങനെ പരിഹസിക്കുന്നുവെങ്കിൽ, അവർ കളിയാക്കുന്നുവെങ്കിൽ അത് നബിയെ കാര്യമാക്കേണ്ടതില്ല. മുമ്പ് വന്ന എല്ലാ റസൂലുമാർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പരിഹസിക്കപ്പെട്ടു എന്നാണ്. പരിഹസിച്ചു, പരിഹസിക്കപ്പെട്ടു. നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചു പോയ പദമാണിത്. തീർച്ചയായും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മജ്ഹൂലാണ് പോലെ ഓതുമ്പോ ഹംസ സൈലന്റ് ആയി പോകും. എന്ന ഹംസ സൈലന്റ് ആയി പോകും. ഇടയിൽ വരുമ്പോൾ ഓതുകയില്ല, ഉച്ചാരണം ഉണ്ടാവുകയില്ല. അത് വസലിന്റെ ഹംസയാണ്. അപ്പൊ ഇടയിൽ വരുമ്പോൾ ആ ഹംസക്ക് ഉച്ചാരണമില്ല. പിന്നെ സീന് മുതലാണ് ഉച്ചരിക്കുക. അപ്പൊ അവിടെ സുക്കൂനാണ് താനും. അതുകൊണ്ടാണ് ഇവിടെ ദാലിന് കസ്ർ ചെയ്തുകൊണ്ട് ഓതുന്നത്. അസുലുള്ളത് എന്നാണ് ശരിക്കുള്ളത്. ചേർത്തി വായിക്കുമ്പോൾ തീർച്ചയായും പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുമാരെ മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പുള്ള റസൂലുമാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് നബിയെ. അപ്പൊ നിങ്ങൾ മാത്രമല്ല ഇവിടെ പരിഹസിക്കപ്പെടുന്നത്, നിങ്ങൾക്ക് മുമ്പുള്ള റസൂലുമാരെല്ലാം നബിയെ ഇതുപോലെ പരിഹസിക്കപ്പെട്ടവർ തന്നെയാകുന്നു. ഫഹാഖ ബില്ലദീന സഖിറു മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്നാൽ അവസാനമുണ്ടായത് ഫഹാഖ വലയം ചെയ്തു, വന്നിറങ്ങി, ബില്ലദീന സഖിറു ആ പരിഹസിച്ച ആളുകളെ ബാധിച്ചു, അവരെ വലയം ചെയ്തു, മിൻഹും അവരെ കൂട്ടത്തിൽ നിന്ന്, മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ എന്തൊന്നിനെയാണോ അവർ പരിഹസിച്ചിരുന്നത്, ആ പരിഹസിച്ച ആ കാര്യം, ആ അദാബ്, അത് അവരെ ബാധിക്കുകയാണ് പിന്നീട് ചെയ്തത്. അപ്പൊ മുൻകാല പ്രവാചകന്മാരെല്ലാം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവസാന വിജയം അമ്പിയാക്കൾക്കാണ് ഉണ്ടായത്. ആ പരിഹസിച്ചവരെല്ലാം അവസാനം റബ്ബിന്റെ അദാബ് വന്ന് അതിന് വിധേയരായി നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ് അവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല സൂചിപ്പിച്ച ആശയമാണ്. സൂറത്ത് അൻആമിൽ അല്ലാഹു പറഞ്ഞു വലഖദ് കുല്ലിബത് റുസുലും മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുല്ലിബു വഊദു ഹത്താ അതാഹും നസ്റുനാ. നബിയെ നിങ്ങൾക്ക് മുമ്പുള്ള റസൂലുമാർ കളവാക്കപ്പെട്ടിരിക്കുന്നു. ഫസബറു അവർ ക്ഷമിച്ചു, അലാ മാ കുല്ലിബു വഊദു അവർ പരിഹസിക്കപ്പെടുകയും അവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോഴൊക്കെ അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. ഹത്താ അതാഹും നസ്റുനാ അങ്ങനെ അവസാനം അവർക്ക് നമ്മുടെ സഹായം വന്നു. വലാ മുബദ്ദില ലികലിമാത്തില്ലാ അല്ലാഹുവിന്റെ കലിമത്തുകൾക്ക് മാറ്റമൊന്നുമില്ല, മാറ്റുന്നവരൊന്നുമില്ല. വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ പ്രവാചകന്മാരുടെ ചരിത്രമിതാ നബിയെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നാണ് സൂറത്ത് അൻആമിൽ അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ഇവിടെയും അതാണ് നബി, നിങ്ങൾ ക്ഷമിക്കുക, അവർ പരിഹസിക്കും, അത് കാര്യമാക്കേണ്ടതില്ല.
നബിയെ താങ്കൾക്ക് മുമ്പ് വന്ന റസൂലുമാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കും അത് ഏൽക്കേണ്ടി വരും. അതിനാൽ നിങ്ങൾ ക്ഷമിക്കണം. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇമാം ഖുർത്തുബിക്ക് കൊടുക്കുന്ന ആശയം കാണുന്നത് നബിയെ സമാധാനിപ്പിക്കുകയാണ്, തസ്ലിയത്താണ്, നബിക്കൊരു സമാധാനം നൽകലാണ്. അതുകൊണ്ട് ഫസ്ബിർ കമാ സബറൂ, ഫസ്ബിർ നബിയെ നിങ്ങൾ ക്ഷമിക്കണം, കമാ സബറൂ അവർ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക. ഫസ്ബിർ കമാ സബറൂ അവരൊക്കെ ക്ഷമിച്ചതുപോലെ നബിയെ നിങ്ങൾ ക്ഷമിക്കുക എന്ന് അല്ലാഹു തആല നബിയോട് നൽകുന്ന ഉപദേശമാണത്. അതാണ് വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും ഹാഖ അഹാത വലയം ചെയ്തു, വന്നിറങ്ങി, ബാധിച്ചു എന്നൊക്കെയാണ് ഹാഖ എന്ന പദത്തിന് പൊതുവെ അർത്ഥം. ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും അവരുടെ കൂട്ടത്തിൽ പരിഹസിച്ച ആളുകൾക്ക് വന്നിറങ്ങി, അവരെ ബാധിച്ചു. എന്ത്? മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, എന്താണോ അവർ പരിഹസിച്ചിരുന്നത് അതിന് പ്രതിഫലം, അതിന് തുല്യമായത് അവരെ ബാധിക്കുക തന്നെ ചെയ്തു. അഥവാ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി, അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പ്രവാചകന്മാരാണ് അവസാനം വിജയിച്ചത്. ആ പരിഹസിച്ച എതിരാളികളൊന്നും വിജയം കണ്ടിട്ടില്ല, അവരൊക്കെ നാമാവശേഷമായി പോവുകയാണ് ചെയ്തത്. ആ പ്രവാചകന്മാർ വിജയിക്കുക തന്നെ ചെയ്തു. അത് നബിയെ താങ്കളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടാവുക എന്ന സൂചനയാണ് അല്ലാഹു തആല ഇവിടെ നൽകുന്നത്. ഇനി ഖുൽ മൻ യക്ലഉകും ബില്ലൈലി വന്നഹാരി മിനർ റഹ്മാൻ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. മറ്റൊരു ചോദ്യം നബിയോട് അല്ലാഹു തആല ചോദിക്കാൻ പറയാണ്. നബിയെ താങ്കൾ പറയണം, താങ്കൾ ചോദിക്കണം, മൻ യക്ലഉകും, മൻ യക്ലഉകും ആരാണ് നിങ്ങൾക്ക് കാവൽ നൽകുക, സംരക്ഷണമേകുക? നിങ്ങൾക്ക് ആരാണ് സംരക്ഷണമേകുക? മൻ യക്ലഉകും, മൻ യഹ്ഫദുകും അർത്ഥം. കല യക്ലഉ ഹറസ ഹഫിള എന്നൊക്കെ അർത്ഥം. കാവൽ നിൽക്കുക, അതേപോലെ സംരക്ഷണം നൽകുക എന്നൊക്കെയാണ് നേരെ ആ വാക്കിന് അർത്ഥമുള്ളത്. അപ്പൊ ആരാണ് നിങ്ങൾക്ക് കാവൽ നൽകുക? നിങ്ങൾ സംരക്ഷിക്കാൻ ആരുണ്ട്? കാവൽ നൽകാൻ ആരുണ്ട് നിങ്ങൾക്ക്? ബില്ലൈലി വന്നഹാർ, രാവിലാകട്ടെ പകലിലാവട്ടെ നിങ്ങളെ കാക്കാൻ ആരാണുള്ളത്? മിനർ റഹ്മാൻ, റഹ്മാനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റഹ്മാന്റെ അദാബിൽ നിന്ന് നിങ്ങളെ കാക്കാൻ ആരുണ്ട്? അല്ലാഹു തആല അദാബ് നൽകിയാൽ ആ അദാബ് രാത്രിയാവാം, പകലാകാം, ഏതു സമയത്താണെങ്കിലും പടച്ച റബ്ബുൽ അദാബ് തന്നാൽ ആ അദാബിനെ തടയാൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണമേകാൻ പറ്റുന്ന ആരുണ്ട് എന്ന് നബിയെ നിങ്ങൾ ചോദിച്ചു നോക്കുക. ഒരുപാട് ഇലാഹുകളെ അവർ സ്വീകരിച്ചുവല്ലോ, പലരെയും അവർ ആരാധിക്കുന്നുവല്ലോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അദാബുമായി നിങ്ങളിലേക്ക് അയക്കുകയാണ് എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? മിനർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഐ മിൻ അദാബിഹി വ ബഅസിഹി എന്നാണ്. റബ്ബിന്റെ അദാബിൽ നിന്ന്, അവന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ കാക്കുന്ന ആരുണ്ട് എന്ന് നബിയെ താങ്കൾ ചോദിച്ചു നോക്കുക. എന്നാൽ ബൽ ഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ, ബൽ പക്ഷേ, ഹും അവർ, അൻ ദിക്രി റബ്ബിഹിം റഹ്മാനായ റബ്ബിന്റെ ഉത്ബോധത്തിൽ നിന്ന് മുഅ്രിദൂൻ തിരിഞ്ഞു കളയുന്നവരാകുന്നു. പടച്ച റബ്ബ് അദാബ് നൽകിയാൽ സംരക്ഷിക്കാൻ ആരുമില്ല, കാവൽ നൽകാൻ ആരുമില്ല. അത് ഉൾക്കൊണ്ട് ആ റബ്ബിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ച് അവൻ നൽകിയ ഈ ഉത്ബോധനമായ ഖുർആൻ അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിനവർ തയ്യാറാകുന്നില്ല. അവർ ഈ ഖുർആനിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്നു, അവഗണിക്കുന്നു. അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അം ലഹും ആലിഹത്തുൻ തംനഉഹും മിൻ ദൂനിനാ, ഇനി അതുമല്ലെങ്കിൽ അം ലഹും, അതല്ല അവർക്കുണ്ടോ, എന്തുണ്ടോ, ആലിഹത്തുൻ വല്ല ഇലാഹുകളും അവർക്കുണ്ടോ, വല്ല ദൈവങ്ങളും ആരാധ്യന്മാരും അവർക്കുണ്ടോ, തംനഉഹും മിൻ ദൂനിനാ, നമുക്ക് പുറമെ അവരെ സംരക്ഷിക്കാവുന്ന വല്ല ഇലാഹുകളുമുണ്ടോ അവർക്ക്? പടച്ച റബ്ബിൽ നിന്ന്, റബ്ബിന്റെ അദാബിൽ നിന്ന് ഒക്കെ അവർക്ക് സംരക്ഷണമേകാവുന്ന വല്ല ഇലാഹുകളും അവർക്കുണ്ടോ? അങ്ങനെ അവർക്ക് വാദമുണ്ടോ? ലാത്ത കാവൽ നൽകും, ഉസ്സ കാവൽ നൽകും, അതേപോലെ ഒരുപാട് ദൈവങ്ങൾക്കുണ്ട്, അവരൊക്കെ ഞങ്ങളെ സഹായിക്കും എന്നവർക്ക് വല്ല വാദവുമുണ്ടോ? എങ്കിൽ ലാ യസ്തതിഊന നസ്റ അൻഫുസിഹിം വലാ ഹും മിന്നാ യുസ്ഹബൂൻ,
ലാ യസ്തതിഊന, അവർക്കൊന്നും സാധിക്കുകയേ ഇല്ല. ആ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും മറ്റു ഇലാഹുകൾക്കും ഒന്നും സാധ്യമേ അല്ല. എന്തിന്? നസ്റ അൻഫുസിഹിം, അവരെ തന്നെയും സഹായിക്കാൻ അവർക്ക് സാധ്യമല്ല. അവരുടെ സ്വന്തം കാര്യം നേടാൻ പോലും, അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാൻ പോലും കഴിയാത്തവരെയാണ് നിങ്ങൾ ആരാധ്യരായി സ്വീകരിച്ചിരിക്കുന്നത്. അല്ല, അവരൊന്നും നിങ്ങളെ സഹായിക്കുകയില്ല. വലാഹും മിന്ന യുസ്ഹബൂൻ, വലാഹും, അവരൊന്നുമല്ല, മിന്ന, നമ്മിൽ നിന്ന്, യുസ്ഹബൂൻ, അഭയം നൽകുന്നവരുമല്ല. സ്വഹിബ എന്ന് പറഞ്ഞാൽ ജാറ, അഭയം നൽകി, സംരക്ഷണമേകി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വഹിബ എന്ന വാക്ക്. അപ്പൊ അവർ ഒരിക്കലും നിങ്ങൾക്ക് സംരക്ഷണമേകാൻ കഴിയുന്നവരല്ല. അവർക്ക് അവരുടെ കാര്യം പോലും ചെയ്യാൻ പറ്റുന്നവരല്ല അവർ. അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ആശയമാണ്. അവർക്ക് അവരെപ്പോലും സഹായിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഒരുപാട് ഇലാഹുകൾ സ്വീകരിച്ചു എന്ന് കരുതിയിട്ട് ആ ഇലാഹുകളൊക്കെ അല്ലാഹു തആല ഒരു അദാബ് ഇറക്കിയാൽ ആ അദാബിനെ തടഞ്ഞു വെക്കാൻ കഴിയുന്ന ഒന്നുമല്ല. അവരുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദുർബലന്മാരെയാണ് നിങ്ങൾ ഇലാഹുകളായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ധൈര്യത്തിലൊന്നും അമ്പിയാക്കളെ പരിഹസിച്ച് പടച്ചറപ്പിന്റെ ഉത്ബോധനത്തെ തള്ളിക്കളഞ്ഞ് നിങ്ങളങ്ങനെ വിജയിച്ചു പോകുമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. ഇതുപോലെ പണ്ട് പലരും പരിഹസിച്ചിട്ടുണ്ട്. അവർക്ക് അവസാനം റബ്ബിന്റെ അദാബിന് വിധേയമായി പോവുകയാണ് ചെയ്തത്. അത് തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും സംഭവിക്കുക എന്ന് ഈ ആളുകൾക്കുള്ള ഒരു താക്കീതും പ്രവാചകനും സ്വഹാബത്തിനുമുള്ള ഒരു സമാധാനിപ്പിക്കലുമെല്ലാമാണ് ഈ വചനം. വല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم ما كانوا به يستهزئون قل من يكلؤكم بالليل والنهار من الرحمن بل هم عن ذكر ربهم معرضون أم لهم آلهة تمنعهم من دوننا لا يستطيعون نصر أنفسهم ولا هم منا يصحبون سبحانك اللهم